നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരത്ത് ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരെ കിണറ്റിലെറിഞ്ഞു കൊന്ന കേസ് പോലീസിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവാണ് കൊല്ലപ്പെട്ടത്. ശ്രീതുവിന്റെ അഞ്ചൻ 25-കാരനായ ഹരികുമാറാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീതുവുമായി വഴിവിട്ട ബന്ധത്തിന് ഇയാൾ ശ്രമിച്ചിരുന്നുവെന്നാണ് സൂചന. ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഹരികുമാറിന്റെയും ശ്രീതുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചു. കൊലപാതകത്തിനു ശേഷം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചിരുന്നു. കൊലപാതക കേസിൽ പിടിപെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഹരികുമാർ മുമ്പ് പല കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു. ശ്രീതുവിനെ കഴിഞ്ഞ ദിവസം പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റി. കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട്. ഇതും പോലീസ് പരിശോധിക്കുകയാണ്. ഏറെ നാളായി ശ്രീതുവും ഭർത്താവ് ശ്രീജിത്തും അകന്നു കഴിഞ്ഞു. ഇവർക്ക് 8 വയസ്സുള്ള മകൾ കൂടിയുണ്ട്. ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് ശ്രീജിത്ത് വന്നിരുന്നത്. കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ തർക്കങ്ങളുമുണ്ടായി. വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തി. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനായിരുന്നു ശ്രമം. കുഞ്ഞിനെ കൊന്ന ശേഷം കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന സംശയം വരുത്താനായിരുന്നു. കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചതും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമായി. അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു. അച്ഛൻ ശ്രീജിത്തിനെയും അമ്മുമ്മ ശ്രീകലയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിക്കുകയായിരുന്നു. ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പാടാക്കിയിരുന്നുവെന്നാണ് സൂചന. ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. സഹോദരിയെ ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമല്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ്. ആദ്യം സഹോദരനെ രക്ഷിക്കുന്ന മൊഴികളായിരുന്നു ശ്രീധുവിൽ നിന്നുണ്ടായതിനാൽ പോലീസ് ശ്രീധുവിനെ സംശയിക്കുകയായിരുന്നു. ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീതു മക്കളെയും കുട്ടിയും മാതാപിതാക്കൾക്കും സഹോദരനൊപ്പം താമസം തുടങ്ങിയത്. അമരവിളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണാൻ ഇടയ്ക്കിടെയാണ് എത്തിയിരുന്നത്. ശ്രീതുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയിരുന്ന ശ്രീജിത്ത് ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് ഇവിടെയാണ് കിടന്നത്. ഒരാഴ്ച മുമ്പ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീതുവിനെയും ശ്രീജിത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ പോകില്ല എന്ന വാശിയിൽ തന്നെയായിരുന്നു ശ്രീതു. സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത്. ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദ്രനെ കൊലപ്പെടുത്തിയത് സംശയത്തിന് ഇടവരുത്തുകയായിരുന്നു. ഇളയ കുഞ്ഞ് ജനിച്ചതിനു ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നു ചേർന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഇതെല്ലാം പോലീസ് പരിശോധിക്കും. തനിക്കൊപ്പം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് അമ്മ ശ്രീതു അയൽവാസികളോട് പറഞ്ഞത്. പിന്നാലെ കുഞ്ഞിനെ തെരച്ചു നടക്കുമ്പോഴും ശ്രീതു നിസ്സംഗയായി ഇരിക്കുകയായിരുന്നുവെന്ന് സ്ഥലവാസികൾ പറഞ്ഞു. ഇത് സംശയമുണ്ടാക്കുകയും ചെയ്തു. ഈ സംഭവം നടക്കുമ്പോൾ അമ്മ ശ്രീതു, അച്ഛൻ ശ്രീജിത്ത്, മൂത്തകുട്ടി പൂർണേന്ദു, അമ്മാവൻ ഹരികുമാർ, അമ്മുമ്മ ശ്രീകല എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോഴും ശ്രീതുവും സഹോദരൻ ഹരികുമാറും വലിയ ദുഃഖം പ്രകടിപ്പിച്ചില്ല. ഇതോടെ സംശയം തോന്നിയ പോലീസുകാർ വീട്ടുകാരെല്ലാം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വീടിനുള്ളിൽ വസ്ത്രങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിപ്പിച്ചു. ചോദ്യം ചെയ്യലിൽ ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടില്ല. ഇതിനിടെ ഹരികുമാർ കുറ്റസമ്മതം നടത്തുകയായിരുന്നു. ഹരികുമാർ കുറ്റം ഏറ്റെടുത്തതാണെന്നാണ് സംശയം. ശ്രീതു അറിയാതെ കൊലപാതകം നടക്കില്ല എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.